ഹലോ, ഞാൻ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, വർക്കിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസിൽ വരാൻ പറ്റാതിരുന്നത്. നമ്മൾ റിയാക്റ്റിൻ്റെ എവിടെയായിരുന്നു നിർത്തിയിരുന്നത്? സ്റ്റേറ്റിലായിരുന്നു നിർത്തിയിരുന്നത്. നമ്മൾ ക്ലാസ് കമ്പോണൻസ് ഫുള്ള് കവർ ചെയ്തു കേട്ടോ. ക്ലാസ് കമ്പോണൻസിൽ നമ്മൾ സ്റ്റേറ്റ് നോക്കി, അതായത് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് നോക്കി. ഇതെല്ലാം പ്രീവിയസ് ക്ലാസ്സിൽ കിടപ്പുണ്ട്, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് അറിയാത്തവർ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ് കാണണം, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിയാക്റ്റ് ഹുക്സിനെ പറ്റി പറഞ്ഞു. അതായത് ഫങ്ഷണൽ കമ്പോണൻസിലായിരുന്നു പണ്ട് നമുക്ക് റിയാക്റ്റിൽ റിയാക്റ്റ് ലൈഫ് സൈക്കിൾ മെത്തേഡ്സും സ്റ്റേറ്റും അതുപോലെയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിരുന്നത് ഫങ്ഷണൽ കമ്പോണൻസിലല്ലായിരുന്നു, ക്ലാസ് കമ്പോണൻസിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ കമ്പോണൻസ് വെറും ഡമ്മി കമ്പോണൻസ് ആയിരുന്നു. ഇപ്പം അതായത് റിയാക്റ്റ് 16 പുതിയ വേർഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഫങ്ഷണൽ കമ്പോണൻസിൻ്റെ അകത്ത് നമുക്ക് എന്താണ് പറയണത്? നമുക്ക് ഇത് പറഞ്ഞ പോലെ റിയാക്റ്റിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഫീച്ചേഴ്സ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ മെത്തേഡ്സും അതുപോലെ തന്നെ സ്റ്റേറ്റും ഒക്കെ നമുക്ക് ഹുക്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകമായിട്ടുള്ള റിയാക്റ്റിൻ്റെ മെത്തേഡിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പഠിച്ചതാണ്, പ്രീവിയസ് ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചതാണ്. ഓക്കെ, ഇനി അതിനെപ്പറ്റി സ്റ്റേറ്റ് എന്താണെന്നൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാനിവിടെ വന്ന് നോക്കാം. നമ്മുടെ റിയാക്റ്റിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, കാലിയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഫയർഫോക്സിൽ നോക്കിക്കേ, ഒന്നും തന്നെ ഇല്ല, കാലിയാണ് ഫയർഫോക്സിൽ. ഓക്കെ, നമുക്ക് ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കൗണ്ടർ. അതായത് നിങ്ങൾക്ക് ഈ ഒരു റിയാക്റ്റ് ഫങ്ഷണൽ കമ്പോണൻസിലും ക്ലാസ് കമ്പോണൻസിലും നമ്മൾ സ്റ്റേറ്റ് യൂസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ടുള്ള റിയാക്റ്റിലെ ആദ്യത്തെ ഹുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് UseState എന്ന് പറഞ്ഞ ഹുക്കാണ്. അത് നമുക്ക് റിയാക്റ്റിലെ ക്ലാസിൻ്റെ അകത്തെ ഫീച്ചർ ആയിട്ടുള്ള സ്റ്റേറ്റിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിയാക്റ്റിൽ യൂസ് ചെയ്യുന്നതാണ് UseState ഹുക്ക്. ക്ലാസിൻ്റെ ഫീച്ചറാണ്, നമുക്ക് ഫങ്ഷണൽ കമ്പോണൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ട് ബേസിക്കായുള്ള ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇമ്പോർട്ട് റിയാക്റ്റ് ഫ്രം റിയാക്റ്റ്. ഇങ്ങനെയൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഓൾറെഡി തന്നെ നിങ്ങൾക്കൊരു എക്സ്റ്റൻഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അറിയാൻ പാടില്ലാത്തവർ ഇത് ചെയ്ത് തന്നെ പഠിക്കണം. ES7ൻ്റെ റിയാക്റ്റ് റിഡക്സ് റിയാക്റ്റ് നേറ്റീവ് സിൻറ്റെക്സ്, ഈ ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് ഞാൻ RFCE എന്നടിച്ച ശേഷം എൻ്റർ അടിക്കുവാണ്. കണ്ടോ, ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ആയി. നോക്ക്, ആപ്പ് എന്ന് പറഞ്ഞു വന്നു. അതായത് ഈ റിട്ടേണിൻ്റെ അകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് അത് സ്ക്രീനിൽ റിട്ടേൺ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ്, ഇത്രയും സിമ്പിളാണ്. ക്ലാസ് കമ്പോണൻസ് പോലെ നിങ്ങൾക്ക് വലിച്ചു നീട്ടി ക്ലാസ് കമ്പോണൻസിൽ എന്തൊക്കെ എഴുതണം അല്ലേ, അങ്ങനെ ഒന്നും എഴുതണ്ട. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫങ്ഷണൽ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഹുക്കാണ്. ഹുക്ക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. റിയാക്റ്റിൽ അങ്ങനെ ആ ഒരു ഫീച്ചറിനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഹുക്കിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തിനാണ്? സ്റ്റേറ്റ് എടുക്കാനാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കോമ ഇട്ടിട്ട് ഞാൻ 2 കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഞാൻ UseState, കണ്ടോ ഒത്തിരി ഹുക്കുണ്ട് കേട്ടോ. ഈ ഹുക്കുകളെല്ലാം നമ്മൾ പഠിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ UseState എന്ന് പറഞ്ഞ ഹുക്ക് എടുത്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, പക്ഷേ ഇതിനെ നമുക്ക് യൂസ് ചെയ്യണം. ഇതിനെങ്ങനെ യൂസ് ചെയ്യാം? ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് ഈ ഹുക്കിനെ കൊണ്ടുപോയി നമുക്ക് നെസ്റ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ അകത്തോ ലൂപ്പിൻ്റെ അകത്തോ ഒന്നും കൊണ്ട് എഴുതാൻ പറ്റത്തില്ല, കണ്ടീഷൻ്റെ അകത്തൊന്നും കൊണ്ട് എഴുതാൻ പറ്റത്തില്ല. ഇതിനെ നമുക്ക് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെയായിട്ട് ഇവിടെയായിട്ടാണ് നമ്മൾ ഈ ഒരു ഹുക്കിനെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ ഡീസ്ട്രക്ചറിങ് അറേ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്, ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു UseStateും വർക്ക് ചെയ്യുന്നത്. ഈ UseStateൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ അകത്തെ 2 പ്രോപ്പർട്ടീസാണ് UseStateൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, ഈ 2 പ്രോപ്പർട്ടീനെ നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്യണം. നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ഈ ഒരു UseStateൻ്റെ അകത്തുള്ള ആ 2 പ്രോപ്പർട്ടീനെ ഡീസ്ട്രക്ചർ ചെയ്തെടുക്കണം. അതിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടീസ് എന്താണെന്ന് ഞാൻ പറയാം. നമ്മളതിനു മുമ്പ് നമ്മൾ സാധാരണ ലെറ്റ് എഴുതാം, നിങ്ങൾക്ക് കോൺസ്റ്റ് എഴുതാം, എന്ത് വേണേലും. നമ്മൾ സാധാരണ കോൺസ്റ്റ് എഴുതിയാണ് വെക്കുന്നത്. ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ കോൺസ്റ്റ് ലെറ്റും നമ്മളൊക്കെ ഉള്ള വ്യത്യാസമൊക്കെ പറഞ്ഞു തന്നാണ്. കോൺസ്റ്റ്. ഓക്കെ, ഞാനിതിൻ്റെ അകത്തൊരു അറേ ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, ഒരു അറേ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യാൻ പോവാണ്. ഈ ഒരു പ്രോപ്പർട്ടീനെ ഡീസ്ട്രക്ചർ എന്താണെന്നുള്ളത് നിങ്ങൾ പോയി പഠിക്കുക. ഇതിൻ്റെ അകത്ത് 2 പൊസിഷനാണ് വരുന്നത്. 0th പൊസിഷൻ ഫസ്റ്റ്, അതായത് ലെന്ത്, ഇതിൻ്റെ പ്രോപ്പർട്ടി ലെന്ത് 2ആണ്. ഇതിൻ്റെ പൊസിഷൻ 0 നിന്നാണ് വരുന്നത്, 0 1. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് വേരിയബിൾ നെയിമാണ്.
ആ സ്റ്റേറ്റിൻ്റെ വേരിയബിൾ നെയിം. ഇവിടെ നമ്മൾ എന്താണോ റിട്ടേൺ ചെയ്ത് കാണിക്കാൻ പോകുന്നത്, അതായത് സ്ക്രീനിൽ ഇവിടെ നമ്മളൊരു പ്രോപ്പർട്ടി റിട്ടേൺ ചെയ്ത് കാണിക്കും. ഓക്കെ, ആ വേരിയബിൾ നെയിമാണ്, ആ സ്റ്റേറ്റിനെയാണ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്, ആ സ്റ്റേറ്റിനെ. ഓക്കെ, അപ്പം നമുക്ക് ആ സ്റ്റേറ്റിനെ നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യാം. നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്ന ആ ഒരു സ്റ്റേറ്റ് കൗണ്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, അതൊരു മാറ്ററേ അല്ല. ഇവിടെ 2 പ്രോപ്പർട്ടിയാണ് വരുന്നത്. ഒന്ന് ആ സ്റ്റേറ്റിൻ്റെ വേരിയബിൾ നെയിം, അതായത് സ്റ്റേറ്റ് വാല്യൂവും, രണ്ടാമത്തത് ആ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു മെത്തേഡും ഒരു ഫങ്ഷനുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് നമ്മൾ റിയാക്റ്റിൻ്റെ ക്ലാസ് കമ്പോണൻസിൽ കഴിഞ്ഞ ദിവസം പഠിച്ച സ്റ്റേറ്റും സെറ്റ് സ്റ്റേറ്റും, സ്റ്റേറ്റ് വേരിയബിൾ നെയിം, അതായത് ഫ്യൂച്ചറിൽ ചേഞ്ചബിൾ ആകുന്ന ആ ഒരു സ്റ്റേറ്റ് വാല്യൂ, ആ ഒരു സ്റ്റേറ്റ് ഡേറ്റ, ആ ഒരു സ്റ്റേറ്റ് വേരിയബിൾ നെയിം, ജസ്റ്റ് നിങ്ങൾ വേരിയബിൾ ആയിട്ട് തിങ്ക് ചെയ്യുക. ആ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടിയും അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫങ്ഷൻ. അതായത് യൂസറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇവൻറ്റ്സുകൾ നടക്കുമ്പോൾ നമുക്ക് ചേഞ്ചബിൾ ആക്കണം നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടീനെ. അതിനെ ആ ഒരു സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ വെറുതെ കൊണ്ട് ഈ സ്റ്റേറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സ്റ്റേറ്റിനെ ഒരു ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഫംഗ്ഷനാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, കോമ ഇട്ടിട്ട് നമുക്ക് ആ ഫംഗ്ഷന് ഇഷ്ടമുള്ള നെയിം നിങ്ങൾക്ക് കൊടുക്കാം, ഇഷ്ടമുള്ള നെയിം. ഞാൻ ഇതിൻ്റെ ഒരു ഡീഫോൾട്ട് ഇതിനൊരു നിങ്ങൾക്കറിയാലോ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. അതുകൊണ്ട് ഞാൻ സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞൊരു ഇഷ്ടമുള്ളൊരു ഇത് കൊടുത്തു. ഓക്കെ, സെറ്റ് കൗണ്ട്. അപ്പോൾ ഡി സ്ട്രക്ചർ എങ്ങനെ ചെയ്യുന്നത്? ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇതിനെ രണ്ടിനെ ഡി സ്ട്രക്ചർ ചെയ്തെടുക്കണം. ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മളിവിടെ വിളിച്ചു കൊടുക്കുക കേട്ടോ, UseState. നമ്മളിതിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഡിക്ലെയർ ചെയ്തിട്ടേ ഉള്ളൂ, നമ്മളിതിനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾക്ക് ഇതിനെ ഇവിടെ വിളിച്ചു കൊടുക്കണം. UseState വിളിച്ചു കൊടുത്ത് ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഒപ്പാസിറ്റി ഒക്കെ കൂടി ഒരു വാല്യൂ ആയിട്ട് വന്നു, ഡിസേബിൾ പോലെ അല്ല വന്നത്. ഓക്കെ, ഇനി അപ്പം ഇതൊരു ഫങ്ഷനാണ്, ഒരു മെത്തേഡാണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും, ഇതൊരു മെത്തേഡാണെന്നുള്ളത് മനസ്സിലായി കാണും. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താണ് കൊടുക്കുന്നത്? ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്ട്രിങ് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നമ്പർ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ബുളിയൻ വാല്യൂ പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അറേ ഡിക്ലെയർ ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ UseStateൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്താണോ കൊടുക്കുന്നത്, ഈ UseStateൻ്റെ അകത്ത് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് ഈ ഒരു കൗണ്ടറിൽ എടുക്കും. ഓക്കെ, ഈ UseStateൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൗണ്ടറിൽ എടുക്കണം. അപ്പം നമുക്കിവിടെ വരാം, ഞാനിവിടെ വന്ന് നോക്കാം, എനിക്കിവിടെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഈ ഒരു സാധനത്തിനെ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ആക്സസ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റിനെ എങ്ങനെയാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ JSXൻ്റെ അകത്ത് ആക്സസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. കേളി ബ്രാക്കറ്റ്സ് ഇടുന്നു, കേളി ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൗണ്ട് എന്ന് എടുത്ത് കൊടുക്കുന്നു. ഈ കൗണ്ട് വേരിയബിൾ ഈ ഒരു സ്റ്റേറ്റ് വാല്യൂ എടുത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം അത് കണ്ടോ, കോൺസ്റ്റ് കൗണ്ട് അൺഡിഫൈൻഡ്, ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ കണ്ടോ, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ഇത് അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ UseState എന്ന് പറഞ്ഞൊരു മെത്തേഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ പാസ് ചെയ്യാൻ പറ്റും, ഇനിഷ്യൽ പ്രോപ്പർട്ടി. ഓക്കെ, എനിക്ക് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് ഞാനിവിടെ രഹിൽ എന്ന് പറഞ്ഞൊരു പേര് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനിഷ്യൽ വാല്യൂ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, രഹിൽ എന്ന് പറഞ്ഞൊരു പേര് ഇവിടെ എടുത്തിട്ടുണ്ട്, സ്വാഭാവികം. ഇവിടെ നമുക്ക് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് കൗണ്ടിൽ എന്താണ് വേണ്ടത്? ഇനിഷ്യൽ വാല്യൂ ആയിട്ട് കൗണ്ടിൽ വരേണ്ടത് 0 എന്ന് പറഞ്ഞ ആ വാല്യൂ ആണ്. 0 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സെറ്റ് കൗണ്ട് വിളിച്ചാൽ മാത്രമാണ് ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാനിവിടെ വന്നിട്ട് കൗണ്ട് എന്ന് വിളിച്ച് കൗണ്ട് അസൈൻ എന്ന് വിളിച്ചൊന്നും എനിക്ക് കൊണ്ട് വെക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, നമുക്ക് സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ കണ്ടോ, സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ സെറ്റ് തന്നെ വിളിക്കണം. ലാർജ് എററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ലാർജ് എറർ തന്നെ വന്നിട്ടുണ്ട്, ഇൻവാൾവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരാം, കൗണ്ടിൽ വരാം. ഇത് കണ്ടോ, നിങ്ങളിത് ശ്രദ്ധിച്ചേ, ഞാൻ ഫോർമാറ്റ് ചെയ്യട്ടോ ജസ്റ്റ് ഒന്ന്. ഓക്കെ, നിങ്ങളിത് ശ്രദ്ധിച്ചേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ.
എന്ത് സിമ്പിളാണെന്ന് നോക്കിക്കേ, എന്ത് സിമ്പിൾസിറ്റി. ഇവിടെ നിങ്ങൾ ക്ലാസ് കമ്പോണൻ്റ് ആയിരുന്നു എന്ത് ചെയ്തേനെ, ദിസ് ഡോട്ട് കൗണ്ട് ഡോട്ട് എല്ലായിടത്തും ദിസ് ഉപയോഗിക്കേണ്ടി വരും, ദിസ് കീവേഡ്. 1. 2, നിങ്ങളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കൺസ്ട്രക്ടർ വിളിക്കണം, അതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കണം അല്ലേ, അതിന് സൂപ്പർ മെത്തേഡ് വിളിക്കണം, എക്സ്റ്റെൻഡ് കൊടുക്കണം, എന്തൊക്കെ പണിയാല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എനിക്ക് ഏറ്റവും ഇഷ്ടം ഫങ്ഷണൽ കമ്പോണൻ്റ് ആണ്. പക്ഷേ ക്ലാസ് നമ്മൾ തറവായിട്ട് നമ്മൾ പഠിച്ചു. ഇത്രയും ദിവസം നമ്മൾ ക്ലാസ് വെച്ചിട്ടായിരുന്നു, ഇത്രയും ദിവസം നമ്മൾ പഠിച്ചത് മുഴുവനും ക്ലാസ് വെച്ചിട്ടാണ്. സ്റ്റേറ്റിനെ മുഴുവനും നമ്മൾ തറവായിട്ട് ക്ലാസ് വെച്ച് പഠിച്ചതാണ്. ഓക്കെ, ഇനി ഈ ഒരു കൗണ്ട് മാത്രമല്ല നമുക്കിവിടെ വേണ്ടത്. കൗണ്ടിന് നമുക്ക് കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ബട്ടൻ്റെ ആവശ്യമുണ്ട്. ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും 2 ബട്ടൺസ് വേണം. അപ്പോൾ നമുക്കിവിടെ ബട്ടൺ എന്ന് കൊടുക്കാം. ഞാൻ ബട്ടൺ സ്വാഭാവികമായിട്ട് ബട്ടൺ വിളിച്ചു. ബട്ടൻ്റെ അകത്ത് ഞാൻ മാക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു, മാക്സിമം. അതുപോലെ തന്നെ ഞാൻ ഷിഫ്റ്റിനൊക്കെ ഓൾട്ടിനൊക്കെ ഡൗൺ കീ അടിച്ച് കഴിഞ്ഞപ്പോൾ, ഡൗൺ ആരോ അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മിനിമം കിട്ടി. മിനിമം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. നോക്ക്, മാക്സിമം ആൻഡ് മിനിമം. കണ്ടോ, ഇത് നിങ്ങൾ നോക്കിക്കേ, മാക്സിമം ആൻഡ് മിനിമം. ഓക്കെ, മാക്സിമം ആൻഡ് മിനിമം. നോക്ക്, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്സിമം ആൻഡ് മിനിമം ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെസ്പോൺസും നമുക്ക് കിട്ടുന്നില്ല, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്, നമുക്ക് ഇതിനെ ഒന്ന് ഒരു പ്രോപ്പർട്ടിയിലേക്ക് കൊടുക്കാം കേട്ടോ, കൗണ്ടിനെ. അതായത് ഒരു HTML ലൈക്ക് സിൻടാക്സ് ഇട്ടിട്ട് നമ്മളൊരു H1 ടാഗിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുവാണ്. നമുക്ക് വൃത്തിയായിട്ട് തന്നെ വരണം. ഓക്കെ, ഇപ്പം നമുക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ഫുള്ള് വിട്ടും എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ വരാം. ഇതിപ്പം വർക്കബിൾ അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസറിൻ്റെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ നടക്കുന്നുണ്ട്, ക്ലിക്ക്. അതായത് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ. ഇവൻറ്റ്സ്, JS ഇവൻറ്റ്സ്. അതായത് ക്ലിക്ക് ചെയ്യുമ്പം യൂസറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്, ഇവൻറ്റ്സ്, പ്രവൃത്തി. എന്താണ് ക്ലിക്ക് ഇവൻറ്റ്? അപ്പം നമ്മളിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫംഗ്ഷൻ റൺ ചെയ്യണം, മാക്സിമം ആകണം. അതുപോലെ തന്നെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഫംഗ്ഷൻ റൺ ചെയ്യണം, മിനിമം ആകണം. അങ്ങനെയല്ലേ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റേറ്റ് വെച്ച് ചെയ്യാം. നമുക്കിവിടെ വരാം. ഈ റിട്ടേണിൻ്റെ മേലെയായിട്ട് തന്നെയാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. റിട്ടേണിൻ്റെ മേലെയായിട്ട് ഞാൻ എഴുതി കൊടുക്കുകയാണ്. എനിക്കിവിടെ സെറ്റ് കൗണ്ട്, ഈ സെറ്റ് കൗണ്ട് നമുക്കിവിടെ വന്നിട്ട് ഞാൻ സെറ്റ് കൗണ്ട് വിളിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഞാനൊരു 10 വെക്കുവാണ്. ഓക്കെ, സെറ്റ് കൗണ്ട് 10 എന്നാൽ ഞാനിവിടെ വന്നു. എനിക്കിവിടെ ഒരു ആൻസറും കിട്ടിയിട്ടില്ല. നമ്മൾ നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സെറ്റ് കൗണ്ട് മാറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിവിടെ വരാം. ഇവിടെ വന്ന ശേഷം ഞാനിവിടെ എന്ത് പറഞ്ഞു കൊടുക്കുന്നു, ഞാനിവിടെ ഓൺ ക്ലിക്കിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അതായത് യൂസർ എന്താണ് ചെയ്യുന്നത്, ഓൺ ക്ലിക്കാണ് ചെയ്യുന്നത്. ക്ലിക്ക് ഇവൻറ്റ്, ഇവിടെ നമ്മൾ ഇവൻ്റ് എടുത്ത് കൊടുക്കുവാണ്. ഓൺ ക്ലിക്കിൽ ഇവൻ്റ് എടുത്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ റൺ ചെയ്യണം. ഇവിടെയും നമുക്ക് ഓൺ ക്ലിക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ഓൺ ക്ലിക്ക് ഇവൻറ്റ് റൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ റൺ ചെയ്യണം, മാക്സിമം. ആ ഫംഗ്ഷൻ നമുക്കൊരു പേര് കൊടുക്കാം, മാക്സിമം. ഇതേ പ്രോപ്പർട്ടിയുടെ തന്നെ പേര് കൊടുക്കുക കേട്ടോ, മാക്സിമം ആൻഡ് മിനിമം. 2 ഫങ്ഷൻസ് റൺ ചെയ്യണം. ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് നമുക്ക് റീഫ്രഷ് ചെയ്യാം. മാക്സിമം ആൻഡ് മിനിമം ഈസ് നോട്ട് ഡിഫൈൻഡ് ബിക്കോസ് വി ആർ നോട്ട് ക്രിയേറ്റഡ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ വരാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ, ഞാൻ ആരോ ഫംഗ്ഷനായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാം ലേറ്റസ്റ്റ് വേയിലാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ആരോ ഫംഗ്ഷനായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ റിയാക്റ്റിൻ്റെ ലേറ്റസ്റ്റ് സിൻടാക്സ് എല്ലാം പഠിച്ചതല്ലേ കഴിഞ്ഞ ക്ലാസ്സിലല്ല. ആരോ ഫംഗ്ഷനല്ല, നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ, മാക്സിമം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. സെയിം പോലെ തന്നെ മിനിമം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മിനിമം കണ്ടോ, ക്ലാസ് കമ്പോണൻ്റ് ആയിരുന്നെങ്കിൽ നമ്മളിന്ന് മടുത്തേനെ. മാക്സിമം മിനിമം. ഓക്കെ, 2 ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരാം. കണ്ടോ, 2 ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. 2ലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആക്ഷനും നടക്കുന്നില്ല. സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആര് വേണം, സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് വേണം. അതായത് ഇതിന് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിരിക്കുകയാണ്. സത്യത്തിൽ ഇത് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡാണ്, സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് നമുക്ക് സെറ്റ് സ്റ്റേറ്റ്, അതായത് ഈ ഒരു മാക്സിമം ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ സെയിം സംഭവം തന്നെ, സെറ്റ് കൗണ്ട്.
സെറ്റ് കൗണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ്. സെറ്റ് കൗണ്ട് നമുക്ക് ദിസ് ഡോട്ട് സെറ്റ് അങ്ങനെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. സെറ്റ് കൗണ്ട് പ്ലസ് 1 എന്ന് കൊടുത്തു. അതായത് ഈ സ്റ്റേറ്റിൻ്റെ അകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യാൻ കൗണ്ട് പ്ലസ് 1 കണ്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു നമ്പറാണ് കൗണ്ട് പ്ലസ് 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം കൊടുക്കുക. കണ്ടോ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് നോക്കിക്കേ. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പം എന്താണ് യു ഐയിൽ ചേഞ്ചസ് വരുന്നുണ്ടോ? എൻ്റെ യു ഐ റീറെൻഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. റിയാക്റ്റ് അല്ലേ. കണ്ടോ ആ ഒരു പോർഷൻ കണ്ടോ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ നമ്മളിതെല്ലാം പഠിച്ചതാണ്. പക്ഷേ നമുക്ക് മിനിമം ചെയ്യാൻ പറ്റുന്നില്ലല്ലേ. മിനിമം ഈസ് നോട്ട് വർക്കിംഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിനിമത്തിൻ്റെ അകത്ത് വന്നിട്ട് ഇതിന് ഓപ്പോസിറ്റ് എന്താണോ നടക്കുന്നത് അത് എഴുതി കൊടുക്കുക. സെറ്റ് കൗണ്ടിന് പകരം കൗണ്ട് -1. അതായത് ഇതിൽ നിന്ന് 1 കുറയ്ക്കുക, ഇതിൽ നിന്ന് ഇതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടുക. ഇനിഷ്യൽ വാല്യൂ 0 ആണ്. ഓക്കെ ഫ്രഷ് ചെയ്യാം. മാക്സിമം മിനിമം കണ്ടോ അത് മൈനസ് പോകുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ്? മാക്സിമം മിനിമം നമുക്ക് മൈനസ് പോകണ്ട, നമുക്ക് 0യിൽ നിന്നാൽ മതി. നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും വൃത്തിയായിട്ട് ഉണ്ടാക്കണം. 0യിൽ നിൽക്കുമ്പോൾ നമ്മളിവിടെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഇത് ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക കേട്ടോ. എന്നിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതാൻ പോവാണ്. ഒരു കണ്ടീഷൻ എഴുതാൻ പോവാം. നമുക്കൊരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഒരു കാര്യം നടക്കുവാണെങ്കിൽ മാത്രം നടന്നാൽ മതി നമ്മൾ പറഞ്ഞു. കൗണ്ട് എന്ന് പറഞ്ഞ വാല്യൂ, അതായത് ഇതിൻ്റെ അകത്തിരിക്കുന്ന വാല്യൂ 0ത്തെക്കാളും വലുതാണെങ്കിൽ മാത്രം 1 കുറയ്ക്കുക. 0 ആണെങ്കിലും കുറയ്ക്കാൻ പാടില്ല. 0ത്തെക്കാൾ വലുതാണെങ്കിൽ മാത്രം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വേണ്ട. 0ത്തെക്കാളും വലുതാണെങ്കിൽ മാത്രം 1 കുറയ്ക്കുക. 0ത്തെക്കാൾ വലുതാണെങ്കിൽ മാത്രം ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ് വർക്ക് ചെയ്യുക. ഓക്കെ 1 ഉണ്ടോ? കണ്ടോ മിനിമം പോകുന്നുണ്ട്. പക്ഷേ മിനിമം എന്താണ് പോകുന്നത്? നമുക്ക് 1 വരെയാണ് വരുന്നുള്ളൂ മിനിമം. ഓക്കെ മിനിമം 1 വരെ വരുന്നുള്ളൂ. ഓക്കെ നമുക്കൊരു ഈക്വൽ ടു കൊടുക്കാം. ഇവിടെ വരാം. കണ്ടോ 0 വരെ നമുക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 1 വരെ പോകുള്ളൂ. ഇപ്പം ഞാൻ 0ത്തെക്കാൾ വലുതോ അതോ 0 ആണെങ്കിൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന 0 എത്തിക്കഴിയുമ്പോൾ മൈനസ് ഒരിക്കലും പോകില്ല. 0 എത്തിക്കഴിയുമ്പം ആ പർട്ടിക്കുലർ കണ്ടീഷൻ ഫോൾസ് ആവും, അല്ലെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആണ്. ഇന്ന് നോക്കിക്കേ. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫോർമാറ്റ് ചെയ്യാൻ പോവാണ്. ഫോർമാറ്റ്. എന്നിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ സ്പേസിംഗ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്. ഓക്കെ നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു സാധനം ക്ലാസ് കമ്പോണൻസ് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ എന്തോരം വലിച്ചു വാരി എഴുതണം. എന്ത് സിമ്പിളായിട്ടാണ് ഫങ്ഷണൽ കമ്പോണൻസിൽ ഇത് ചെയ്തിരിക്കുന്നത്. ദിസ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല, ബൈൻഡിങ് ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നില്ല, സൂപ്പർ മെത്തേഡ് ഇല്ല, ഒരു കാര്യവുമില്ല. നമ്മൾ ഒന്നും ചെയ്യാതെ വൃത്തിയായിട്ടാണ് നമ്മൾ എന്താ പറയുക സ്റ്റേറ്റ് പഠിച്ചിരിക്കുന്നത്. പഴയ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ് എന്താണെന്നും ഹുക്സ് എന്താണെന്നും അതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് എന്താണെന്നും ഒക്കെ പഠിച്ചതാണ്. ഇത് നമ്മൾ ഹുക്കിലെ ആദ്യത്തെ ഹുക്കായിട്ടുള്ള സ്റ്റേറ്റ്, അതായത് ക്ലാസ്സിലുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് ഫങ്ഷനിൽ യൂസ് ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇനി നമ്മൾ വരും. ഓക്കെ അടുത്ത വീഡിയോസിൽ തന്നെ വരാം. സമയം പോലെ ഞാൻ വരാം. ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്.